എടുത്തോണ്ട് പോടെ നിന്റെ സാംസങ് സാംസങ്ങിൽ നല്ല എന്തായാലും സാംസങ് ഹയ്യേ. ഞാൻ ഇങ്ങനെ പറയുന്നവരുടെ വായ അടപ്പിക്കാൻ വേണ്ടി ആൻഡ്രോയിഡ് കിങ് ആയി മാറാൻ വേണ്ടി വീണ്ടും സാംസങ്ങിന്റെ S26 Ultra വരികയാണ്. ആൻഡ് ക്യാമറ ഡിസൈൻ നോക്കുവാണെങ്കിൽ എല്ലാവരും ഒരുപോലെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. എന്നാൽ ക്യാമറ മോഡ്യൂൾ നോക്കുവാണെങ്കിൽ ചെറിയ രീതിക്കുള്ള മാറ്റത്തിലാണ് വന്നിട്ടുള്ളത്. വെയിറ്റ് നോക്കുവാണെങ്കിൽ 228 ഗ്രാംസും അതുപോലെ 7.9 മില്ലിമീറ്റേഴ്സിന്റെ തിക്നെസ് ആണ് ബോഡിയിൽ വന്നിട്ടുള്ളത്. ക്യാമറ മോഡ്യൂളിൽ 4.5 മില്ലിമീറ്റേഴ്സിന്റെ തിക്നെസ്സും ആണ്. അതുപോലെ പേടിക്കേണ്ട, സൈഡിൽ നമ്മുടെ S Pen ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സാംസങ്ങിന്റെ ഡിസ്പ്ലേ അത് വേറെ ലെവൽ ആയിരിക്കും. ഈ സ്മാർട്ട് ഫോണിനകത്ത് 6.9 ഇഞ്ചസിന്റെ QHD M14 ഡിസ്പ്ലേ മോഡലിനോടൊപ്പം ബെസൽ സൈസ് വളരെയധികം കുറവായിട്ടുള്ള ഓൾഡ് ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ചിലവര് 120 ഹെർട്സ് ഒക്കെ കൊടുത്തു തുടങ്ങുന്ന സമയത്ത് സാംസങ് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റിലാണ് വന്നിട്ടുള്ളത്. ഇതിനോടൊപ്പം 6000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ്, 3200 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ്, 3rd ജെൻ ആന്റി റിഫ്ലക്റ്റിംഗ് കോട്ടിംഗ് ഡിസ്പ്ലേ, കൂടാതെ അൾട്രാസോണിക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും ആണ് ഈ ഡിസ്പ്ലേക്കകത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് സാംസങ്ങിന്റെ വജ്രായുധമായിട്ടുള്ള ക്യാമറ ഡിപ്പാർട്ട്മെന്റ് നോക്കുവാണെങ്കിൽ സെൽഫി ക്യാമറ ആയിട്ട് 12 മെഗാ പിക്സലിന്റെ സോണി IMX874 പഞ്ച് ഹോൾ ക്യാമറ സെൻസർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്യാമറയിൽ 4K 30-60 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി മെയിൻ ക്യാമറ നോക്കുവാണെങ്കിൽ 200 മെഗാ പിക്സലിന്റെ ഐസോസെൽ HP2 സെൻസർ ആണ് പ്രൈമറി ലെൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ 50 മെഗാ പിക്സലിന്റെ 5x പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ്, നെക്സ്റ്റ് ആയിട്ട് 12 മെഗാ പിക്സലിന്റെ 3x ടെലിഫോട്ടോ ലെൻസ്, ലാസ്റ്റ് ആയിട്ട് 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ 100x സൂമും AI സപ്പോർട്ടിലൊക്കെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ 8K 30 FPS റെക്കോർഡ് ചെയ്യാനും 4K 30-60 120 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാനും കൂടാതെ LOG വീഡിയോസ് റെക്കോർഡ് ചെയ്യാനും പറ്റുന്നതാണ്. ആൻഡ് അതുപോലെ സാംസങ് S26 Ultra എക്സിനോസ് അല്ല, സ്നാപ്ഡ്രാഗൺ 8 Gen 5 ആണ്. അതും സാംസങ്ങിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇതിനകത്ത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇതിനോടൊപ്പം കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്തിട്ടുള്ള വേപ്പർ കൂളിംഗ് ചേമ്പർ, ആൻഡ്രോയിഡ് 16 One UI 8.5 വെർഷൻ, അതുപോലെ ബെറ്റർ ആയിട്ടുള്ള AI ജെമിനി ഫീച്ചേഴ്സും ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അങ്ങനെ ഫൈനൽ ആയിട്ട് ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് നോക്കുവാണെങ്കിൽ ഇപ്പൊ ആപ്പിൾ നോക്കുവാണെങ്കിലും സാംസങ് ആയാലും എന്തുകൊണ്ടാണ് ഈ ബാറ്ററി ബാക്കപ്പ് ഇത്രയും കുറച്ച് കൊടുക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ആൻഡ് സാംസങ്ങിനകത്ത് 5200 mAh ബാറ്ററി ബാക്കപ്പ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി വയർഡ് ഫാസ്റ്റ് ചാർജിംഗ് നോക്കുവാണെങ്കിൽ ചെറിയ രീതിക്കുള്ള ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഇപ്രാവശ്യം 60 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ 25 വാട്ട്സിന്റെ വയർലെസ് ചാർജിംഗ് കൂടാതെ QI 2.2 വിത്ത് ബിൽറ്റ് ഇൻ മാഗ്നറ്റ്സ്, അതായത് നമ്മുടെ ഐഫോണിലൊക്കെ ഉള്ള പോലെ ഈ പ്ലച്ച് എന്ന് പറഞ്ഞ ഒട്ടിക്കത്തില്ലേ, ആ ഒരു ഫീച്ചർ ഈ വരാൻ പറ്റുന്ന ഫോണിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് വീണ്ടും ഫൈനലി ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗും അതിന്റെ ലോഞ്ചിങ് ഡേറ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ സാംസങ്ങിന്റെ ഒരു എക്സ്പയർഡ് ആയിട്ടുള്ള ലോഞ്ചിങ് ഡേറ്റ് അനുസരിച്ച് February 27th ആണ് ലോഞ്ച് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്രാവശ്യം കുറച്ചുകൂടെ നേരത്തെ, അതായത് ഒരു ജനുവരിയിലൊക്കെ ആയിരിക്കും ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഇതിന്റെ പ്രൈസ് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, അൾട്രാ വെർഷൻ അല്ലേ. സോ എന്തായാലും ഒരു 1.5 ലക്ഷം അല്ലെങ്കിൽ അതിന് മുകളിലോട്ടായിരിക്കും എന്റെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഫാൻറ്റം ബ്ലാക്ക്, ഗ്രീന്, അതുപോലെ തന്നെ മറ്റധികം കളേഴ്സ് ആയിട്ടുള്ള ഓറഞ്ച്, ബ്ലൂയിലൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ഫൈനലി അതൊക്കെയാണ് ആൻഡ്രോയിഡിലെ കിങ് ആയി മാറാൻ പോകും എന്ന് വിചാരിക്കുന്ന സാംസങ് ഗാലക്സി S26 Ultra സ്മാർട്ട് ഫോൺ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.